മറ്റുള്ളവരെ അനുവദിക്കുകയാണ്. എന്തിന്? ഈശോയെ സഹായിക്കാൻ ഈശോ ശിമയോനെ അനുവദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു ഭാഗ്യമാണ് ദൈവത്തെ സഹായിക്കാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. ദൈവത്തെ സഹായിക്കാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ അച്ഛനായില്ല എന്ന് വിചാരിക്കേ, കർത്താവിന് വല്ല നഷ്ടമുണ്ടോ? ഇല്ല. ദൈവത്തിന് നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം. ദൈവം എന്ത് ചെയ്യും? നമ്മൾ പ്രസംഗിച്ചില്ലെങ്കിൽ വേറൊരാളെ പിടിച്ച് പ്രസംഗിപ്പിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ എത്ര കോടി മനുഷ്യരുണ്ട് ഇവിടെ? 840-850 കോടി മനുഷ്യരായിട്ടുണ്ട്. എന്തായാലും 800 കോടി കൂടുതലായിട്ടുണ്ട്, ഇല്ലേ? ഒരാളെ പിടിച്ച് വചനം പ്രഘോഷിക്കാൻ, ദൗത്യമേൽപ്പിക്കാൻ കർത്താവിന് വല്ല പ്രയാസം ഉണ്ടാവും? നമ്മൾ കർത്താവിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷ ഉത്തരവാദിത്വത്തോടെ ചെയ്താൽ അത് ആർക്ക് കൊള്ളാം? നമുക്ക് കൊള്ളാം. എന്താണ് കാരണം? കർത്താവ് തന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് ഒരു അവസരം തന്നിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ശിമയോൻ കുരിശ് വഹിക്കാൻ ചെന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നെന്ന്? ശിമയോൻ ഇല്ലെങ്കിൽ ഒന്നും കാണാനില്ല. ശിമയോൻ ഒരു ഭാഗ്യം കിട്ടിയതാണ്. എന്ത്? കുരിശ് വഹിക്കാൻ. ഇനി ശിമയോൻ കുരിശ് വഹിക്കാൻ അയ്യോ പറ്റൂല എന്ന് പറഞ്ഞാലോ വേറൊരാളെ വിളിക്കും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ ആരും ഇന്നവൈറ്റബിൾ അല്ല, അൺഅവോയ്ഡബിൾ അല്ല. നമ്മളില്ലെങ്കിൽ ഒന്നും. നമ്മൾ ചിലപ്പോൾ നേരത്തെ പറയാറുണ്ട്, പള്ളിയിലാ പെരുന്നാൾ നടത്തിയപ്പോ ഇല്ലായിരുന്നു കാണായിരുന്നു. മാതൃവേദിയിലെ ആ മീറ്റിങ്ങിനെ ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഞാൻ അവിടെ ഇല്ല, അല്ലേ? കുടുംബശ്രീയില് മറ്റേ ആ കാര്യം ചെയ്തപ്പോ ഞാനില്ലായിരുന്നെങ്കിൽ അത്രയും നന്നായേനെ. ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ് ഈ പള്ളി അടിക്കാൻ, ഇവിടെ അടിക്കാൻ, ഇവിടെ തുടക്കാൻ. ദൈവം എനിക്കൊരു ചാൻസ് തന്നിരിക്കുക. ഈശോയുടെ തിരുമുഖം നമ്മോട് കരുണ കാണിക്കുകയാണ്. എന്ത്? ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ, ഒരു ക്രിസ്തീയ കുടുംബമായി ജീവിക്കാൻ, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ, ഈശോയെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനൊക്കെ നമുക്ക് അവസരം തന്നിട്ട് ദൈവം നമ്മോട് കരുണ കാണിച്ചിരിക്കും.